ഈ എപ്പിസോഡിൽ നമുക്ക് ആദ്യം തന്നെ തിരിച്ച് ഉക്രൈനിലേക്ക് ചെന്ന സിസ്റ്റർ നടത്തിയ പ്രവർത്തനങ്ങൾ, ശുശ്രൂഷകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആരായാം. അതിലേക്കായിട്ട് സിസ്റ്ററിനോട് ചോദിക്കാം. ലിജി സിസ്റ്ററെ, 20 വർഷത്തോളം ചെയ്തുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷ മേഖലകൾ അതൊക്കെ എന്താണെന്ന് ഒന്ന് പറഞ്ഞു തരാം. ഞങ്ങളുടെ കോൺഗ്രിഗേഷൻ 1998 അവിടെ ഉക്രൈനിൽ ആദ്യമായിട്ട് ചെന്നത് കിയേവിലായിരുന്നു. അതിനുശേഷം 2003 ഞാൻ രണ്ടാമത് തിരിച്ചു വന്നു. 2004 മുക്കാച്ചേവോ പൗഷിങ് എന്ന സ്ഥലത്താണ് ഞാൻ 2004 അവിടേക്ക് പോയി. ഞാൻ കിയേവിലായിരുന്ന സമയത്ത് തന്നെ ഞങ്ങളുടെ അയൽവക്കത്ത് ഒരു പ്രായമായൊരു സ്ത്രീയെ കണ്ടിരുന്നു. ആ സ്ത്രീ ഹസ്ബൻഡ് യുദ്ധത്തിന് പോയിട്ട് പിന്നെ തിരിച്ചു വന്നില്ല. അപ്പോൾ ഒത്തിരി സഹിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, ഒരു ഓൾഡ് ഏജ് ഹോം ഒരു 80-90 വയസ്സുള്ളവരായിരിക്കും നമ്മുടെ ഓൾഡ് ഏജ് ഹോമിലേക്ക് വരിക. അവരപ്പം കമ്മ്യൂണിസത്തിൻ്റെ സമയത്തുണ്ടായിരുന്നവരായിരിക്കും. അപ്പോൾ അവർക്ക് ദൈവത്തെ സ്നേഹിക്കാനോ ദൈവസ്നേഹം അനുഭവിക്കാനോ അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയ്ക്ക് പോകാനോ അതിനൊന്നും ഒരു സാഹചര്യം ഉണ്ടായിരുന്ന സമയമായിരുന്നില്ല. അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് മരിക്കുന്നതിന് മുമ്പെങ്കിലും ദൈവം സ്നേഹം അനുഭവിച്ചറിഞ്ഞിട്ട് കുദാശകളൊക്കെ സ്വീകരിച്ചിട്ട് അവസാന നാളുകളിലെങ്കിലും സമാധാനപൂർവമായ ദൈവാനുഭവം നിറഞ്ഞൊരു ജീവിതം അവർക്ക് കൊടുക്കണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് നമ്മളൊരു ഓൾഡ് ഏജ് ഹോം അവിടെ തുടങ്ങിയത്. 2004 ഞാൻ പൗഷിങ്ങിലേക്ക് പോയി. അതിനുശേഷം അവിടെ ഒരു ഓൾഡ് ഏജ് ഹോം നമ്മൾ തുടങ്ങി. ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് ഒരു 4 ഏക്കർ സ്ഥലത്താണ്. ആ 4 ഏക്കർ സ്ഥലവും നമുക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ്. ഞങ്ങളുടെ വികാരി അച്ഛൻ ഫാദർ ജോസഫ് ട്രുങ്ക് അച്ഛനാണ് ഓൾഡ് ഏജ് ഹോം പണിതത്. ആ ഓൾഡ് ഏജ് ഹോമിൽ നമ്മുടെ ക്യാരിസം ജീവിക്കുന്നു. ഓൾഡ് ഏജ് ഹോം തുടങ്ങിയതിൻ്റെ അന്ന് തന്നെ നമ്മളവിടെ വിശുദ്ധ കുർബാനയുടെ ആരാധനയും തുടങ്ങിയിരുന്നു. കാരണം നമ്മുടെ ക്യാരിസമാണ് നിത്യാരാധന. അതുകൊണ്ട് എല്ലാ ദിവസവും രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ അവിടെ ആരാധനയുണ്ട്. ഓൾഡ് ഏജ് ഹോമിൽ ഞങ്ങളുടെ സിസ്റ്റേഴ്സ്, ഇവർ മ്യൂസിക് ആണെങ്കിലും എല്ലാ സിസ്റ്റേഴ്സും ആ ഓൾഡ് ഏജ് ഹോമിൽ സേവനം ചെയ്യുന്നു. ഓൾഡ് ഏജ് ഹോമും മ്യൂസിക് മിനിസ്ട്രിയും എത്ര മനോഹരമായിട്ടാണ് അവർ ഒരുമിച്ച് കൊണ്ടുപോകുന്നത്. ഇവരുടെ മറ്റു വിശേഷങ്ങൾ അറിയുന്നതിന് മുൻപ് നമുക്ക് ഇവരുടെ മനോഹരമായ മറ്റൊരു ഗാനം ആസ്വദിക്കാം. Come
ഇനി നമ്മോടൊപ്പം ലിജി സിസ്റ്ററിൻ്റെ കൂടെയുള്ള മറ്റ് സിസ്റ്റേഴ്സിനെ നമുക്ക് പരിചയപ്പെടാം. ആദ്യമായിട്ട് നമ്മുടെ ഒപ്പമുള്ളത് സിസ്റ്റർ ലൗറ. Sister Laura, можешь рассказать, як ты пришла в этом группе, чему ты спеваешь про славу Богу? До цієї групи я прийшла, коли я прийшла до спільноти, і це було одне з послання спільноти євангелізаційне, де було потрібно робити супровід під час молитви. സിസ്റ്റർ ലൗറ സ്ലോവാക്കിയയിൽ നിന്നുള്ള സിസ്റ്ററാണ്. സിസ്റ്ററിൻ്റെ പ്രൊഫഷൻ മ്യൂസിക്കാണ്. മ്യൂസിക് ടീച്ചറായിരുന്നു. അപ്പോൾ സ്കൂളിൽ പല പാട്ടുകളും പഠിപ്പിക്കേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ സിസ്റ്ററിന് അതിനേക്കാളും ആഗ്രഹം ദൈവം തന്നിരിക്കുന്ന കഴിവ് ദൈവമഹത്വത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണം. അതായിരുന്നു സിസ്റ്ററിൻ്റെ ആഗ്രഹം. അവിടെ ആയിരുന്നപ്പോൾ പള്ളിയിൽ കുർബാനയ്ക്ക് പാടും. അതിനേക്കാൾ കൂടുതൽ ഗവൺമെൻറ് പറയുന്ന പാട്ടുകൾ മാത്രം പഠിപ്പിക്കാതെ ദൈവം നൽകിയിരിക്കുന്ന കഴിവുകൾ ദൈവമഹത്വത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക. ആ ഒരു ആഗ്രഹത്തിലാണ് സിസ്റ്റർ നമ്മുടെ ഈ എവാഞ്ചലൈസേഷൻ ഗ്രൂപ്പിലേക്ക് വന്നത്. സിസ്റ്റർ കൺസർവത്തോറിയം കഴിഞ്ഞതാണ്. സിസ്റ്ററിൻ്റെ പ്രൊഫഷൻ വൊക്കാല ഓർഗനിസ്റ്റാണ്. ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഗിത്താർ വായിക്കുന്നു, ഓർഗൻ വായിക്കുന്നു, കീബോർഡ് വായിക്കുന്നു, പാട്ട് പാടുന്നു. എത്ര ടാലൻറ്റഡായ വ്യക്തികളാണ് ദൈവം തിരഞ്ഞെടുത്ത് ഈ മേഖലയിലേക്ക് പറഞ്ഞു വിടുന്നത്. അത് വളരെ മനോഹരമായിട്ട് സിസ്റ്റർ ലൗറ ഉപയോഗിക്കുന്നു. ദൈവത്തിന് നന്ദി പറയാം. ഒപ്പം നമുക്ക് അവരുടെ അടുത്ത ഗാനം ശ്രവിക്കാം.
ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് സിസ്റ്റർ ക്രിസ്റ്റീന. സിസ്റ്റർ ലിജി ക്രിസ്റ്റീനയെ പരിചയപ്പെടുത്തും. Крістіно, чому ти вибирала це життя? Як ти пізнавала твоє покликання? Для того, щоб розпізнати своє покликання, я мусила задати дуже конкретне запитання Богові. І Господь відповів. І через Його відповідь я відчула дуже великий смак свободи, і тому я пішла за ним. Я буду більше говорити. ഞാൻ ക്രിസ്റ്റീനയെ പറ്റി മലയാളത്തിൽ പറയാം. ക്രിസ്റ്റീനയുടെ ദൈവവിളിയെ പറ്റി പറയുകയാണെങ്കിൽ ക്രിസ്റ്റീന ഒറ്റ മോളാണ് വീട്ടിൽ. അപ്പം എന്നും അമ്മയാണ് ക്രിസ്റ്റീനയ്ക്ക് ഒരു തീരുമാനം എടുക്കുന്നത്. ഒരു സ്വാതന്ത്ര്യം കൊടുത്തിരുന്നില്ല ഒരു സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനായിട്ട്. അപ്പോൾ ദൈവവിളിയിൽ ക്രിസ്റ്റീന ദൈവത്തിന് വളരെ കോൺക്രീറ്റായിട്ട് ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. ക്രിസ്റ്റീനയുടെ ദൈവവിളിയെ പറ്റി പറയുകയാണെങ്കിൽ ക്രിസ്റ്റീന പറഞ്ഞിരുന്നു, എനിക്ക് ദൈവമേ നീ എന്നെ വിവാഹ ജീവിതത്തിലേക്കാണ് വിളിക്കുന്നതെങ്കിൽ ഒരു ഇങ്ങനെയുള്ളൊരു ചെറുക്കനെ ആയിരിക്കണം എനിക്ക് വേണ്ടത്. കലാപരമായിട്ട് കഴിവുള്ള ആളായിരിക്കണം, ഭംഗിയുള്ള ആളായിരിക്കണം, ചുരുണ്ട മുടിയുള്ള ആളായിരിക്കണം, അങ്ങനെയൊക്കെയുള്ളൊരു കണ്ടീഷനാണ് പറഞ്ഞിരുന്നത്. അതേപോലെ തന്നെ യൂറോപ്പിലേക്ക് അങ്ങനെയാണല്ലോ, അവരോര് തന്നെയാണ് അവരുടെ ഫ്യൂച്ചറിനെ കണ്ടുപിടിക്കുക. അങ്ങനെ ദൈവം പറഞ്ഞത് ക്രിസ്ത്യൻ ആവശ്യപ്പെട്ടതുപോലെ തന്നെ 18-ാമത്തെ വയസ്സിൽ അതേപോലെ തന്നെ ഒരു പയ്യനെ പരിചയപ്പെടുത്തി കൊടുത്തു. അതേസമയം തന്നെ ഒരു ധ്യാനത്തിൽ വെച്ച് ഞങ്ങളുടെ തന്നെ ഒരു സിസ്റ്ററാണ് സിസ്റ്റർ സിസ്റ്റർ മർഗരീത്തയുടെ ധ്യാനത്തിൽ അവിടെ ഗിത്താർ വായിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അവിടെ വെച്ച് ദൈവം പ്രത്യേകമാം വിധം പിന്നെ ക്രിസ്റ്റീന പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ എന്നെ സന്യാസത്തിലേക്കാണ് വിളിക്കുന്നതിൽ എൻ്റെ പേര് ചൊല്ലി വിളിക്കണം. ആ ധ്യാനത്തിൽ വെച്ച് ക്രിസ്റ്റീനയുടെ പേര് പറഞ്ഞ് 3 പ്രാവശ്യം വിളിച്ചു. അപ്പം ക്രിസ്റ്റീന ആവശ്യപ്പെട്ടതുപോലെ നല്ല പയ്യനെയും കൊടുത്തു, 3 പ്രാവശ്യം പേരും വിളിച്ചു. അപ്പോൾ ക്രിസ്റ്റീനയ്ക്ക് ഡൗട്ടായി, ഇനിയിപ്പോൾ ഏത് ജീവിതത്തിലേക്ക് രണ്ടും ചോദിച്ചത് കിട്ടി. അപ്പം ക്രിസ്റ്റീനയ്ക്ക് മനസ്സിലായത് ദൈവം എനിക്ക് ഒരു സ്വാതന്ത്ര്യം തന്നു, ചോദിച്ചതൊക്കെ തന്നിട്ട് തിരഞ്ഞെടുക്കാനുള്ളൊരു സ്വാതന്ത്ര്യം തന്നു. അങ്ങനെയാണ് ആ സ്വാതന്ത്ര്യം ആസ്വദിച്ചിട്ടാണ് ഈ സന്യാസ ജീവിതം സിസ്റ്റർ ക്രിസ്റ്റീന തിരഞ്ഞെടുത്തത്. വെരി ഗുഡ്. ക്രിസ്റ്റീനോട് ഞാനൊരു ചോദ്യം ചോദിക്കാം. സിസ്റ്റർ ക്രിസ്റ്റീന മലയാളം പറയുമോ? കുറച്ച് മനസ്സിലായി. പ്രിയമുള്ളവരെ, സിസ്റ്റർ ക്രിസ്റ്റീന കുറേശ്ശെ മലയാളം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. വളരെ സന്തോഷം. അവർ പാട്ടുകൾ പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും ഓരോ വാക്കുകൾ അതിനനുസരിച്ച് പഠിക്കുന്നുണ്ട്. നമുക്ക് അടുത്ത ഒരു ഗാനം അവരുടെ കേൾക്കാം. Devati
പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, നമ്മൾ എത്ര കേട്ടാലും മതി വരാത്ത വിധത്തിലാണ് ഇവർ നമുക്ക് വേണ്ടി മലയാളത്തിൽ ഗാനങ്ങൾ ആലപിക്കുന്നത്. ഇവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള മറ്റൊരു സിസ്റ്റർ എറീക്കയെ നമുക്ക് പരിചയപ്പെടാം. Sister Erika, എങ്ങനെയാണ് jak ty přišla také Bohu posvěceného žití? Що тобі торкало, бо чому ти вирішила це життя? Ще в підлітковому віці, коли я задавала собі питання, що я хочу у майбутньому, і в мене завжди переді мною було, що я хочу якось дати Богу максимум. І коли я вибрала монаше життя, я зрозуміла, що це Він, який хотів мені дати максимум і завжди дає мені більше. എരിക്കയുടെ ദൈവവിളി പറ്റി പറയുന്നത് എങ്ങനെയാണ്, ചെറുതായിരുന്നപ്പോൾ ആഗ്രഹം ഉണ്ടായിരുന്നു ദൈവത്തിനും മാക്സിമം കൊടുക്കാം, മിനിമം അല്ല മാക്സിമം കൊടുക്കുക. ആ മാക്സിമം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്ത ഒരു ജീവിതമാണ് സന്യാസ ജീവിതം. ഈ സന്യാസ ജീവിതത്തിലാണ് എനിക്ക് മനസ്സിലായി, ഈ സന്യാസ ജീവിതത്തിലാണ് എനിക്ക് ദൈവത്തിന് മാക്സിമം കൊടുക്കാൻ സാധിക്കുക എന്നത്. എരിക്കയുടെ അവരുടെ വീട്ടിലെ 2 മക്കളാണ്. എരിക്കയുടെ ചേച്ചി സിസ്റ്റർ താവിക്ക മ്യൂസിഷ്യനാണ്, കീബോർഡ് വായിക്കുന്നു, പാട്ട് പാടുന്നു. അവർ 2 പേരും നമ്മുടെ കമ്മ്യൂണിറ്റിയിലുണ്ട്. ഉക്രൈനിൽ, എനിക്കറിയില്ല ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു സന്യാസിനി ഡ്രംസ് വായിക്കുന്നുണ്ടോ എന്ന്. ഉക്രൈനിൽ ആദ്യമായിട്ടാണ് ഒരു സിസ്റ്റർ ഡ്രംസ് വായിക്കുക. പിന്നെ സിസ്റ്റർ എറിക്കയുടെ സിസ്റ്റർ താവിക്ക, സിസ്റ്റർ എറിക്ക, സിസ്റ്റർ ക്രിസ്റ്റീന, ഇവർ ഒരു ഇടവകയിലോ ഉള്ളവരാണ്. ഒരുമിച്ച് ചെറുതായിരുന്നപ്പോൾ, ഒരു 12-13 വയസ്സുള്ളപ്പോഴൊക്കെ പ്രെയർ ഗ്രൂപ്പൊക്കെ ഉണ്ടായിരുന്നതാണ് ഇവർക്ക്. അപ്പോൾ ആ പ്രെയർ ഗ്രൂപ്പിനെയൊക്കെ ലീഡ് ചെയ്തിരുന്നതാണ് സിസ്റ്റർ ലൗറ. അപ്പം അന്ന് ചെറുപ്പത്തിലേ ഉണ്ടായിരുന്ന ഇവരുടെ ഒരു ആഗ്രഹമാണ് ഒരുമിച്ച് സേവനം ചെയ്യണം, ഒരുമിച്ച് മ്യൂസിക് ബാൻഡ് ഉണ്ടാക്കണം. അതവരുടെ ചെറുപ്പകാലത്തുണ്ടായിരുന്ന ഒരു ആഗ്രഹം. അതിനു വേണ്ടിയിട്ട് ഞാൻ സിസ്റ്റേഴ്സിൽ നിന്ന് കേട്ടിരിക്കുന്നതാണ്, അവർ 1000 നന്മ നിറഞ്ഞ മറിയാമ്മയൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു ഇങ്ങനൊരു സ്വപ്നം ഫലമണിയാനായിട്ട്. ശരിക്കും അത്ഭുതമാണിത്. നമുക്ക് അടുത്തൊരു പാട്ടിലേക്ക് കടക്കാം. ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് അടുത്ത പാട്ട് ശ്രവിക്കാം. Dejvasneham varanichida vakukalpora nanni chollitirkuvani jividambora kashtabadin kalagalil rechikilna sneha mortal yetrastudicha Madivarumo, Deva Sneham